ക്രൈസ്തവരായ നാം വിശുദ്ധമായൊരു പൈതൃകം പേറുന്നവരാണ്. തലമുറകളായി കൈമാറ്റം ചെയ്തു കിട്ടിയ പാരമ്പര്യങ്ങളും ചരിത്രവും ഭാഷയും ശീലങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നൊരു ബഹുമുഖ അർത്ഥതലമുള്ള വാക്കാണ് പൈതൃകം എന്നത്. ക്രൈസ്തവരായ നമുക്ക് 2000 വർഷത്തെ പൈതൃകം എന്ന് പറയുമ്പോൾ ചരിത്രപുരുഷനായ ദൈവം ഈശോയുള്ള ബന്ധം തന്നെയാണ് ഏറെ പ്രാധാന്യമുള്ളത്. ഈ ചരിത്ര വഴികളിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി ക്രൈസ്തവ ശാഖകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ചിലർ പുതിയ ശാഖകൾക്കായി പരിശ്രമിക്കുന്നു എന്നുള്ളത് കേരള ഹൃദയഭാഗത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. എന്നാൽ ഇടമുറിയാതെ അപ്പോസ്തല ശൃംഖല ബന്ധത്തിൽ നിലനിൽക്കുന്ന ഏക സഭ കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയെന്ന് പറയുമ്പോൾ വ്യക്തി സഭകളുടെ ഒരു കൂട്ടായ്മയാണത്. 6 ആരാധന പാരമ്പര്യ പൈതൃകം ആണ് ഓരോ വ്യക്തി സഭയിലും ഉള്ളത്. ഒറ്റവാക്കിൽ ഈ പാരമ്പര്യങ്ങളെ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും വിളിക്കാം. പാശ്ചാത്യ പാരമ്പര്യം പേറുന്ന ഏക സഭ റോമൻ അഥവാ ലത്തീൻ സഭയാണ്. റോമൻ സഭയുടെ ഔദ്യോഗിക ഭാഷ ലത്തീൻ ഭാഷ ആയതിനാലാണ് റോമൻ സഭയെ ലത്തീൻ സഭ എന്ന് വിളിക്കുന്നത്. ലത്തീൻ ഭാഷ ഔദ്യോഗിക ഭാഷയായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന അതിനെ റോമൻ കാത്തലിക് എന്നാണ് അറിയപ്പെടുന്നത്. RC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ റോമുമായുള്ള ബന്ധത്തെ എടുത്തു കാണിക്കുന്നതിനായി കേരളത്തിലെ ചില സഭകൾ RC എന്ന് സ്വയം വിശേഷിപ്പിക്കാറുണ്ട്. അത് റോമുമായുള്ള ബന്ധത്തെ മാത്രമാണ് കാണിക്കുന്നത്. RC റോമൻ കാത്തലിക് എന്ന് വെച്ചാൽ അത് ലത്തീൻ റീത്തിൽപ്പെടുന്ന വ്യക്തികൾ എന്നാണ് അർത്ഥം. പൗരസ്ത്യ സഭയിൽ 5 ആരാധന പാരമ്പര്യങ്ങളാണ്. ആ 5 പാരമ്പര്യങ്ങളിലൂടെ 23 വ്യക്തിസഭകളാണ് വളർന്നിരിക്കുന്നത്. അവ പിന്തുടരുന്ന ആരാധനാ രീതി അർമേനിയൻ, ബൈസന്റൈൻ, ആൽദിയൻ, അന്ത്യോക്യൻ, അലക്സാൻഡ്രിയൻ എന്നീ ആരാധന ക്രമങ്ങളാണ്. അതിലൊന്നാണ് നമ്മുടെ കേരളത്തിലുള്ള സീറോ മലബാർ, മലങ്കര തുടങ്ങിയ 2 വ്യക്തിസഭകൾ. അങ്ങനെ വ്യക്തിസഭകൾ ചേർന്ന് പൗരസ്ത്യ സഭ എന്ന് അറിയപ്പെടുന്നു. ഒരു റോമൻ സഭയും 23 മറ്റ് പൗരസ്ത്യ സഭകളും ചേർന്നതാണ് കത്തോലിക്ക സഭ കൂട്ടായ്മ. ആഗോള കണക്കുകൾ അനുസരിച്ച് ലോകത്തെ 128 കോടിയിലധികം പേർ പാശ്ചാത്യ സഭാംഗങ്ങളും, അതായത് റോമൻ അല്ലെങ്കിൽ ലത്തീൻ ക്രമം പാലിക്കുന്നവരും, 2 കോടിയിലധികം വരുന്ന വ്യക്തികൾ ചേർന്നത് മറ്റ് 23 പൗരസ്ത്യ സഭാംഗങ്ങളും ഉൾക്കൊള്ളുന്നതുമാണ്. റോമൻ സഭയുടെ ലത്തീൻ സഭയുടെ തലവനായ മെത്രാനാണ് പോപ്പ് എന്നറിയപ്പെടുന്നത്. പോപ്പിന്റെ ആസ്ഥാനം വത്തിക്കാനാണ്. മറ്റ് 23 സഭകൾക്കും അവരവരുടേതായ ആസ്ഥാനങ്ങൾ തദ്ദേശീയമായി നിജപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവയെല്ലാം ചേർന്ന് ഒരു കുടക്കീഴിലായിരിക്കുന്നതിനാൽ പോപ്പിന്റെ ഭരണത്തിന്റെ കീഴിലാണ് പറയുന്ന 24 സഭകൾ. റോമിന്റെ കീഴിലുള്ള ലത്തീൻ റോമൻ കാത്തലിക് സഭയിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഭാരതത്തിൽ 132 രൂപതകളാണുള്ളത്. അതിൽ കേരളത്തിൽ 12 രൂപതകളും ഉൾപ്പെടുന്നു. അതിലൊന്നാണ് നമ്മുടെ വരാപ്പുഴ അതിരൂപത. വരാപ്പുഴ അതിരൂപതയിലെ 117ഓളം വരുന്ന ദേവാലയങ്ങളിൽ അങ്കമാലി ഭാഗത്ത് വരാപ്പുഴ അതിരൂപതയുടെ അതിർ വരമ്പുകളോട് ചേർന്ന് കിടക്കുന്ന ഒരു ദേവാലയമാണ് വിശുദ്ധ യൂദ തദേവൂസിന്റെ തീർത്ഥാടന ദേവാലയം. യൂദാപുരം എന്ന വിളിപ്പേരാൽ അറിയപ്പെടുന്ന ഈ ദേവാലയത്തിലെ തിരുനാൾ ഒക്ടോബർ 30-ാം തീയതി നടത്തപ്പെടുന്നു. വിശുദ്ധ യൂദായുടെ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന കത്തോലിക്ക സഭയിലെ അപ്പോസ്തലനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും അത്ഭുതങ്ങൾ ധാരയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുണ്യഗേഹത്തിലേക്ക്, തിരുനാൾ ദിനങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ തിരുനാളിൽ ഈ വർഷം ഏകദേശം 2.5 ലക്ഷത്തോളം പേരെയാണ് കൂട്ടുതിരുനാളിനായി പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശത്തുള്ള എല്ലാ സമുദായാംഗങ്ങളും, എല്ലാ സഭാ അംഗങ്ങളും ഈ ദേവാലയവുമായി അഭേദ്യമായ ബന്ധമാണ്. ഏകോദര സഹോദരന്മാരെ പോലെയും സഹോദരിമാരെ പോലെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ണിന്റെ വലിയ ആഘോഷമാണ്, ഉത്സവ തിമിർപ്പാണ്
ഊട്ടുതിരുനാൾ മഹോത്സവം 2025 ഒക്ടോബർ 30 നടക്കുന്ന ഊട്ടുതിരുനാളിലേക്ക് സസന്തോഷം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി, ഫാദർ എബി ദുരോ, ഫാദർ മർട്ടൻ ബിസിലോ, ഒപ്പം ഇടവാങ്ങങ്ങളും. ഉള്ളിൽ കത്തും വിശ്വാസത്തിൻ പ്രഘോഷമായി തിരുനാളല്ലോ തിരുനാളല്ലോ അങ്കമാലി യൂദാപുരം തിരുനാളല്ലോ.